ഈ പട്ടി കുരക്കും, കുയിൽ പാടും. അപ്പോൾ കുയിലിനിപ്പോൾ പട്ടിയെ പോലെ കുരക്കാൻ കഴിയില്ല, പട്ടിക്ക് കുയിലിനെ പോലെ പാടാനും കഴിയില്ല. ഈ CPM എന്നൊരു പാർട്ടി ഒരു മതേതര വിശ്വാസികളുടെയൊക്കെ ഒരു പ്രതീക്ഷയായിരുന്നു ആ പാർട്ടി. കോൺഗ്രസ് തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയാണ്, എന്നാൽ CPM ഒരു പ്രതീക്ഷയായിരുന്നു. നിങ്ങൾ ഈ ജമാഅത്തെ ഇസ്ലാമിയെ നോക്കുക, അവരിപ്പോൾ 1977 മുതലാണ് അവർ രാഷ്ട്രീയ നിലപാടെടുക്കാൻ തുടങ്ങിയത്. അന്ന് കോൺഗ്രസ് വിരുദ്ധമായിരുന്നു അവരുടെ രാഷ്ട്രീയ നിലപാട്. കാരണം KM മാണിയെ കോഴമാണിയെന്നും നിയമസഭ അടക്കം അടിച്ചു പൊളിച്ച മാണി UDF ആയിട്ട് തെറ്റിയപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ LDF പ്രവേശനം കിട്ടി. ഇന്ത്യയിലെ CPM ഏക മുഖ്യമന്ത്രിയാണ്. ഇയാൾ അവിടെ പ്രചരണത്തിന് പോകാതെ ഇയാൾ വിദേശത്തേക്ക് സുഖവാസത്തിന് പോയി വ്യവസായികളുടെയൊക്കെ കൂടെ എന്ന് പറഞ്ഞാൽ അതിലപ്പുറത്ത് പിന്നെ മാനക്കേട്. അയാളുടെ ഒരു രാഷ്ട്രീയ ബോധം എന്താ? നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ആദ്യമായിട്ടൊരു ഇടപെടൽ നടത്തിയ PT തോമസ് MLA ആണ്. ഇന്നലെ ഇപ്പോൾ കോടതി വിധി വന്നപ്പോൾ UDFൻ്റെ കൺവീനർ സംസാരിക്കുന്നത് ഏതാണ്ട് ദിലീപിനെ സഹായിക്കുന്ന മട്ടിലാണ്. UDFൻ്റെ കൺവീനർ ഇപ്പോൾ അത്രയും ഗൗരവമുള്ളൊരു പദവിയിലിരിക്കുന്ന ഒരാൾ വളരെ നിസ്സാരമായിട്ട് ഇങ്ങനെ പ്രതികരണം നടത്തുന്നത്. ഇത് ആലോചിക്കാൻ ആരോടും ചോദിക്കാനും പറയാനും ആരും ഇല്ലേ ഇതിനകത്ത്. കേരള ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊപ്പമുള്ളത് KPCCയുടെ ജനറൽ സെക്രട്ടറി നൗഷാദ് അലിയാണ്. മലപ്പുറം ജില്ലയിലും മലബാർ മേഖലയിലുമുള്ള കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട വാഗ്മിയും എഴുത്തുകാരനും ചിന്തകനുമാണ് നൗഷാദ് അലി. സ്വാഗതം. നമ്മളൊരു 2 തെരഞ്ഞെടുപ്പുകളുടെ നടുവിൽ നിൽക്കുകയാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു. പൊതുവിൽ കേരളത്തിൽ കോൺഗ്രസിന് അനുകൂലമായൊരു അന്തരീക്ഷം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ? ഞാനത് മനസ്സിലാക്കുന്നത് ഒരു സമ്പൂർണ്ണമായിട്ട് അനുകൂലമായൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരു ലോക്സഭ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേണിന് ആനുപാതികമായൊരു വോട്ടിങ്ങിലേക്ക് നിയമസഭയോടുകൂടി കേരളം പൂർണ്ണമായിട്ട് എത്തും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ത്രിതല തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസായിരിക്കും. അതിന് കൃത്യമായ ചില കാരണങ്ങളുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. കാരണം ഇനി അങ്ങനെ UDFന് തോൽക്കാൻ വയ്യ. ഇനി UDF തോറ്റു കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലൊരു മുന്നണി രാഷ്ട്രീയമില്ല. പിന്നൊരു മാറി മാറി വരുന്ന മുന്നണികളുടെ ഒരു സന്തുലിതത്വം, അതുവഴി വർഗീയ ശക്തികളെയൊക്കെ അകറ്റി നിർത്തുന്ന ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രീയം, അതൊക്കെ എന്നേക്കുമായിട്ട് കേരളത്തിൽ അവസാനിക്കും. അത് കേരളത്തിലെ ജനാധിപത്യ ചേരി വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആനുപാതികമായിട്ട് അടുത്ത നിയമസഭയിൽ ഒരു വോട്ടിംഗ് ഉണ്ടാവും എന്ന് അഭിപ്രായപ്പെടാൻ കാരണം. അതിൻ്റെ ഒരു അണ്ടർ കറൻറ്റ് നമുക്കൊക്കെ തൊട്ടറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എതിരാളികൾ വളരെ പ്രബലരാണ്. 10 വർഷമായിട്ട് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPM, കേന്ദ്രത്തിൽ ഇങ്ങനെ അടക്കി വാഴുന്ന BJP, സാമ്പത്തിക സ്രോതസ്സും മറ്റധികാരവും കോപ്പും ആളും അർത്ഥമൊക്കെ അവിടെ ധാരാളമുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു വർണ്ണപ്പൊലിമ ചിലപ്പോൾ കൂടും. അതിൻ്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസിന് ഇനി വരാൻ കഴിയുമോ, ഇനി വരുമോ എന്നൊക്കെയുള്ളൊരു ചോദ്യങ്ങൾ വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ കേരളത്തിൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഒരേ സമയം 2 കേഡർ പാർട്ടികളുമായി ഏറ്റുമുട്ടേണ്ടി വരുന്നു. അത് മുമ്പില്ലാത്തതാണ്. BJP മുമ്പ് ഒരിക്കലും അത്ര ശക്തമായൊരു ഫോഴ്സായിരുന്നില്ല. അതിനേക്കാൾ പ്രധാനം കേന്ദ്ര ഗവൺമെൻറ്റിനോടുള്ള ബന്ധത്തിൻ്റെ പേരിൽ CPMഉം BJPയും അവർ തമ്മിൽ ഒരുപാട് സഹകരണങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പിൽ BJPയെ സംബന്ധിച്ച് കോൺഗ്രസിനെ തൂത്തുമാറ്റിയാലേ അവർക്ക് 2ാം സ്ഥാനത്തേക്ക് വരാൻ പറ്റൂ കേരളത്തിൽ. അത്തരം വളരെ ക്രിട്ടിക്കലായൊരു സിറ്റുവേഷനാണ്. അത് അങ്ങനെ ക്രിട്ടിക്കലായൊരു സിറ്റുവേഷനെ നേരിടാൻ തക്ക ഐക്യവും നേതൃപാഠവും ഇച്ഛാശക്തിയും കോൺഗ്രസ്സിൽ ഇപ്പോൾ ഉണ്ടോ? അല്ല, ഇതിനകത്ത് കോൺഗ്രസ് മാത്രമല്ല, നമ്മുടെ രാജ്യവും എന്തിനും നമ്മുടെ കേരളമടക്കം ഇങ്ങനെ അൺപ്രസിഡൻറ്റഡായ നമ്മുടെ മുൻ കീഴ്വഴക്കങ്ങളോ നമുക്ക് മുമ്പ് ഒരു റഫറൻസ് പറയാനൊക്കെ ഒരു 10-70 കൊല്ലക്കാലയളവിനുള്ള ഒന്നുമില്ലാത്തൊരു പുതിയ കാലം എമ്പാടും ഉണ്ട് നമ്മുടെ പരിസരങ്ങളിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസും ഒക്കെ കാണാത്ത വെല്ലുവിളികളാണ് ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എവിടെ ഒരു തെരഞ്ഞെടുപ്പുകൾ നീതിപൂർവമായിട്ട് നടക്കാത്തൊരു സാഹചര്യം ഇന്ത്യയിൽ സംജാതമായി. ഇനി ഏത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ BJP തോൽക്കുക എന്നുള്ളതാണ് ആളുകൾ ചോദിക്കുന്നത്. കാരണം ഈ SIR എന്നത് BJPയെ ജയിപ്പിക്കാനുള്ള ഒരു വലിയ ഡ്രൈവായിട്ട് മാറി. അവർക്ക് താല്പര്യമില്ലാത്ത വോട്ടുകൾ തള്ളപ്പെടുന്നു. അപ്പോൾ
ഒരു അൺപ്രസിഡൻറ്റഡ് ആയിട്ടുള്ള സാഹചര്യം രാജ്യത്തുടനീളമുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ ഇര കോൺഗ്രസ് ആവും സ്വാഭാവികമായിട്ടും. പിന്നെ കേരളത്തിൽ എന്നാലും ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ തരത്തിലുള്ള പ്രതീക്ഷ വച്ച് പുലർത്താൻ കാരണം കേരളത്തിൽ ഈ ചില രാഷ്ട്രീയ രാസമാറ്റങ്ങൾ കേരളത്തിലുണ്ട്. ഇപ്പോൾ ഈ CPM എന്നൊരു പാർട്ടി, ഞാനിപ്പോൾ ഒരു കോൺഗ്രസ്സുകാരനാണെങ്കിലും ആ പാർട്ടി ഒരു മതേതര വിശ്വാസികളുടെയൊക്കെ ഒരു പ്രതീക്ഷയായിരുന്നു. ആ പാർട്ടി എങ്ങനെ ഒരു കോൺഗ്രസ് തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയാണ്, എന്നാൽ CPM ഒരു പ്രതീക്ഷയായിരുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം. എങ്കിലും ഞാൻ ഈ മൈനോറിറ്റി മൈൻഡ് സെറ്റിലും അതുപോലെ തന്നെ ഒരു BJP വിരുദ്ധരിലുമൊക്കെ CPM എന്ന പാർട്ടിയും ഒരു പ്രതീക്ഷയായിരുന്നു. കേരള പൊളിറ്റിക്സിൻ്റെ ഒരു ഇതപര്യന്തമാണ് ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങനൊരു പ്രതീക്ഷ ഇന്ന് നശിച്ചു കഴിഞ്ഞു. അത് ഈ പിണറായി വിജയനാണ് അങ്ങനൊരു ട്രാൻസ്ഫോർമേഷൻ ഈ CPM ഉണ്ടാക്കിയത്. അപ്പോൾ അതിൽ നിന്ന് ഈ ഇടത് മനസ്സുള്ള ആളുകൾ തന്നെ വലിയ ഖിന്നരാണ്, വലിയൊരു നിരാശരാണ്. ഇതൊന്നുമല്ല കമ്മ്യൂണിസ്റ്റ് ഭരണം ഇങ്ങനെയല്ല വേണ്ടത് എന്ന ചിന്തയുള്ള വലിയ പ്രബല വിഭാഗമുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മുന്നണി രാഷ്ട്രീയം ഇല്ലാതെ പോയി BJP കടന്നു വരുന്ന ഒരു സാഹചര്യത്തെ ഭയക്കുന്ന, അത് മാറ്റി നിർത്തപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന മതേതര ജനാധിപത്യ ചേരിയുണ്ട്. അപ്പോൾ ഈ ചേരികളുടെ ഒരു കൺസോളിഡേഷൻ അതെങ്ങനെയായാലും 2026 ഉണ്ടാവും. അപ്പോൾ അത് കോൺഗ്രസ് പിന്നെ കൂലങ്കഷമായി ചിന്തിച്ച് സ്ട്രാറ്റജി രൂപപ്പെടുത്തി അത്യധ്വാനം ചെയ്ത് ഉണ്ടാക്കുന്നതല്ലായിരിക്കാം. അത് സ്പോണ്ടേനിയസ് ആയിട്ട് രൂപപ്പെട്ട് വരുന്ന ഒരു കൺസോളിഡേഷനാണ്, ഒരു ഏകീകരണമാണ് ഞാൻ പറയുന്നത്. ആ ഏകീകരണം നോർമലി കോൺഗ്രസും UDF ആണ് അതിൻ്റെ ഗുണഭോക്താക്കൾ. അതിൻ്റെ ചിറകിലേറിയിട്ട് തിരിച്ച് അധികാരത്തിൽ വരും. ആ ഒരു ജനാധിപത്യ രാഷ്ട്രീയ ഉത്ബുദ്ധത എന്നോ പ്രബുദ്ധത എന്നൊക്കെ പറയുന്നത് ഇന്നും കേരളത്തിനുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു വാസ്തവം. പക്ഷെ അത് മുതലെടുക്കാനുള്ളൊരു നേതൃനിര കോൺഗ്രസ്സിനുണ്ടോ UDFനുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഒന്ന്, കോൺഗ്രസിനെ സംബന്ധിച്ച് അധികാരത്തിൻ്റെ ഒരു സാധ്യത വരുമ്പോൾ അതിനകത്ത് വലിയ മത്സരങ്ങൾ വരികയാണ്. ഇപ്പം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ ഒരു 1/2 ഡസൻ കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രി വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കേരളത്തിന് പുറത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന KC വേണുഗോപാൽ പോലും ഇപ്പോൾ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ തർക്കങ്ങൾ, ആ മത്സരങ്ങൾ, അത് CPM പോലൊരു പാർട്ടിക്ക് നന്നായി മുതലെടുക്കാൻ കഴിയുന്നൊരു സാധ്യതയില്ലേ? അതല്ല, അതിൽ ഈ സംഘടനാപരമായ ദൗർബല്യം കോൺഗ്രസ്സിനുണ്ട് എന്നുള്ളത് ശരിവെക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും മികച്ച ഒരു സംഘടനാശീലവും ശൈലിയും രീതികളൊക്കെ ഉള്ള ഒരു കോൺഗ്രസ് ഘടകം കേരളത്തിലേതാണ്. കേരളത്തിലിപ്പോൾ സംഘടന എങ്ങനെ ദുർബലമായാലും വാർഡ് തലം വരെ പ്രവർത്തനവും ഒരുപാട് കമ്മിറ്റഡായ പ്രവർത്തകർ താഴെ തട്ട് മുതൽ മുകൾ തലം വരെ ഇതിനകത്തുണ്ട്. അതൊക്കെ ഒരു വസ്തുത തന്നെയാണ്. പക്ഷേ ഈ ആളുകൾ ഈ സംഘടനാ ദൗർബല്യം എന്ന് കേരളത്തിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ പറയുന്നത് പലപ്പോഴും ഒരു CPM നടത്തുന്ന മാതിരിയുള്ളൊരു സമരങ്ങളും ആക്രമണോത്സുകത, പൊതുനഷ്ടം, അതുവഴി ഉണ്ടാകുന്ന ഒരു ജനശ്രദ്ധ പിടിച്ചു പറ്റൽ, അത്തരം കാര്യങ്ങളൊക്കെ കുറവായിരിക്കാം. അത് എല്ലാ കാലവും കോൺഗ്രസ് അങ്ങനെയാണ്. പിന്നെ ഞാൻ മറ്റൊരു ആംഗിളിൽ ഇതിനെ കാണുമ്പോൾ കോൺഗ്രസ്സിലിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനമോഹികൾ കൂടുന്നു എന്നുള്ളതിന് കോൺഗ്രസ് പൊളിറ്റിക്സിൻ്റെ ആംഗിളിൽ ഒരു പോസിറ്റീവ് സൈഡുണ്ട്. കാരണം അതൊരു വിജയം മണക്കുന്ന അല്ലെങ്കിൽ ജയിക്കാൻ പോകുന്നൊരു മുന്നണിയിൽ ഉണ്ടാകുന്ന ഒരു ഓളമായിട്ട് ഞാൻ അതിനെ നോക്കിക്കാണുകയാണ്. പിന്നെ പക്ഷെ മുമ്പ് ആൻ്റണി അല്ലെങ്കിൽ കരുണാകരൻ, രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി, ഈ നിലയ്ക്കുള്ള ഒരു വൈരുദ്ധ്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ അതിൽ കുറേ കൂടി ഗ്രാവിറ്റി കൂടുന്നുണ്ട്, കുറേ കൂടി വ്യാപ്തി കൂടുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസ് അങ്ങനെ ഒരു 2 സൂപ്പർ സ്റ്റാറുകൾ മാത്രമുള്ള സിനിമയൊന്നുമല്ല, മൾട്ടി സ്റ്റാർ സിനിമയായിരുന്നു കേരളത്തിലൊക്കെ ഉടനീളം കാലങ്ങളിലൊക്കെ. അതായത് ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് 1960 കോൺഗ്രസ് കേരളത്തിൽ ആദ്യമായിട്ട് അധികാരത്തിൽ വരുമ്പോൾ അവിടെ PT ചാക്കോയുണ്ട്, ശങ്കര മുഖ്യമന്ത്രിയായി, കോഴിപ്പുറത്ത് മാധവ മേനോനുണ്ട്, പനമ്പള്ളി ഗോവിന്ദ മേനോനുണ്ട്, അതുപോലെ തന്നെ CM സ്റ്റീഫനുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപിടി നേതാക്കൾ അന്ന് മുഖ്യമന്ത്രി പദത്തിന് പ്രാപ്തരായ ആളുകളുണ്ട്. അത് എല്ലാ കാലത്തും ഉണ്ടത്. പിന്നെ ഒരു 80കൾക്ക് ശേഷം ഒരു ആൻ്റണി കരുണാകരൻ ഒരു ദ്വയാംഗ ധ്രുവത്തിലേക്ക് അത് മാറി. പക്ഷേ ഇപ്പോൾ കേരളത്തിൻ്റെ പുറത്ത്, ഇപ്പോൾ കർണാടകയിൽ കോൺഗ്രസ് അവിടെ
പിന്നെ 28 വരെ കോൺഗ്രസ് അവിടെ അധികാരത്തിലുണ്ട് അവിടെ. അപ്പോൾ അവിടെ പിന്നെ ഒരുപിടി നേതാക്കളുണ്ടായിരുന്നു. സിദ്ധരാമയ്യ, DK ശിവകുമാർ, പരമേശ്വര, ഈ മല്ലികാർജ്ജുന ഖർഗെ ഒക്കെ ഉൾപ്പെടെ ഒരുപാട് നേതാക്കളുണ്ടായിരുന്നു. പക്ഷെ അവിടെയൊക്കെ അതൊരു രമ്യമായിട്ട് അതൊക്കെ മുന്നോട്ട് പോയി. അതിനകത്ത് ഞാൻ കാണുന്നൊരു കാര്യം, ഇപ്പോൾ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ അവർക്ക് കേരളത്തിൽ നിന്ന് ഉയർന്നു പോയൊരു നേതാക്കളാണ്. അവർ കേരളത്തിൽ സജീവമാകുന്നതിനെ നമ്മൾ വേറൊരു അർത്ഥത്തിൽ അതിനെ കാണേണ്ട കാര്യമില്ല. അത് അവരുടെ ബേസ് കേരളം തന്നെയാണല്ലോ. ഇതിൻ്റെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് അധികാരത്തിൽ വന്നാൽ ഇതിൻ്റെ ആദ്യ ഗുണഭോക്താക്കൾ, പദവികൾ വ്യത്യസ്തം, പരിവേഷമൊക്കെ ഒരു ഉയർന്ന തലത്തിലേക്ക് മാറുന്ന അതിൻ്റെ ആദ്യ ഗുണഭോക്താക്കൾ ഈ മുഖ്യധാര നേതാക്കൾ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ആനുപാതികമാണല്ലോ താഴേക്കുള്ള പ്രവർത്തകരൊക്കെ ഭരണത്തിൻ്റെയൊക്കെ ഭാഗമാകുക. അപ്പോൾ അങ്ങനെ ആരെങ്കിലും അങ്ങനെയുള്ളൊരു വലിയ നേട്ടങ്ങളും ഫോർച്യൂണും പാർട്ടിക്കും മുന്നണിക്കൊക്കെ കൈവരുന്ന പരിവേഷമൊക്കെ സ്വയം മത്സരിച്ച് കളയുമെന്ന് ഞാൻ കരുതുന്നില്ല. അത്തരമൊരു സാഹചര്യം കോൺഗ്രസ്സിനില്ല. അങ്ങനെ കരുതുന്ന നേതാക്കളുണ്ടെങ്കിൽ അവർ ഒറ്റപ്പെട്ടു പോകുന്നൊരു സാഹചര്യമാണ് ഇന്നത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലുള്ളത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ CPM വളരെ ആസൂത്രിതമായിട്ട് പ്രചരിപ്പിക്കുന്നത് വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയൊക്കെയുള്ള കോൺഗ്രസിൻ്റെ ബന്ധമാണ്. എങ്ങനെയാണ് കോൺഗ്രസ് അതിനെ മറികടക്കുക? ഇതിനകത്ത് ഒന്നാമത് ഞാൻ മനസ്സിലാക്കുന്നത്, കേരളീയ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതത്ര വലിയൊരു കൺസേണായിട്ട് മാറും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇത് CPM നാഴികയ്ക്ക് 40 വട്ടം ആവർത്തിച്ച് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വിശ്വാസ്യതയിൽ ആളുകൾക്ക് സംശയം തോന്നുകയാണ്. അത് ഒരു പ്രകടമായ നിലവിലെ ഈ അവരുടെ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ ഒരു ശരാശരി ഒരാൾക്ക് തോന്നുന്നൊരു ഫീലിംഗാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇത് രണ്ടാമതൊരു കാര്യം, നിങ്ങൾ ഈ ജമാഅത്ത് ഇസ്ലാമിയെ നോക്കുക. അവരിപ്പോൾ 1977 മുതലാണ് പിന്നെ അവർ രാഷ്ട്രീയ നിലപാടെടുക്കാൻ തുടങ്ങിയത്. അന്ന് കോൺഗ്രസ് വിരുദ്ധമായിരുന്നു അവരുടെ രാഷ്ട്രീയ നിലപാട്. കാരണം അടിയന്തരാവസ്ഥയിൽ കോൺഗ്രസ് അവരെ നിരോധിക്കുകയും ജയിലിലിടുകയും ജയിലിൽ നിന്ന് അവരുടെ നേതാക്കളടക്കം മരിച്ചു പോവുകയൊക്കെ ചെയ്ത അനുഭവമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇന്ദിരാഗാന്ധി വിരുദ്ധതയായിരുന്നു അവരുടെ ഒരു രാഷ്ട്രീയ മൂലധനം. അവരെ പ്രകോപിപ്പിച്ച് രാഷ്ട്രീയത്തിൽ ഇറക്കിയത് തന്നെ ഇന്ദിരാഗാന്ധി വിരുദ്ധതയാണെന്ന് എനിക്ക് സംശയമുണ്ട്. അത് നമ്മൾ പഠനവിധേയമാക്കേണ്ട കാര്യമാണ്. അന്ന് അവർ കോൺഗ്രസിനെ തോൽപ്പിക്കാനാണ് അവർ രംഗത്തിറങ്ങിയത്. അന്ന് കോൺഗ്രസ് വിരുദ്ധ മുന്നണി എന്ന് പറഞ്ഞാൽ ജനതാ പാർട്ടിയും CPM ആണ്. ജനസംഘം ലയിച്ച് ചേർന്നാണ് ജനതാ പാർട്ടി, സംഘടനാ കോൺഗ്രസും സോഷ്യലിസ്റ്റുകളും ഒക്കെ ചേർന്നതല്ലേ. അപ്പോൾ അവിടെയായിരുന്നു അവരുടെ വോട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നൊരു 2019 വരെയുള്ള അവരുടെ ദീർഘമായ കാലയളവിൽ അവർ 90% വോട്ട് ചെയ്തിട്ടുണ്ടാവുക CPM ഉൾക്കൊള്ളുന്ന മുന്നണിക്കായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഞാനിതിങ്ങനെ ആവർത്തന വിരസത ഉണ്ടാക്കുന്നില്ല. അവരുടെ ദേശാഭിമാനിൻ്റെ മുഖപ്രസംഗത്തിൽ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പിന്തുണ മതനിരപേക്ഷ ശക്തികൾ ഐക്യപ്പെടുന്നതിൻ്റെ വലിയ സൂചനയായിട്ട് വിളംബരം ചെയ്തതാണ് അവർ. പിന്നെ പിണറായി വിജയൻ തൊട്ട് താഴേക്കും അതിൻ്റെ മുകളിലേക്കും ഉള്ള നേതാക്കൾ EMSൻ്റെ കാലം തൊട്ട് അവരുമായിട്ടൊക്കെ വലിയ ബന്ധം പുലർത്തി നീങ്ങുന്ന കഥകളും അടിയന്തരാവസ്ഥയിൽ ജയിലിൽ ഒരുമിച്ച് കിടന്നതിൻ്റെ വലിയ പാരസ്പര്യം, അവരുടെ പുഷ്കര കാലഘട്ടം അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ്റായിരുന്നു. കാരണം അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്ന അനുഭവം പരിചയമൊക്കെ അച്യുതാനന്ദൻ അവരുമായിട്ടുണ്ടെന്ന് മാത്രമല്ല, ഒരു പിണറായി വിരുദ്ധതയുടെ ഒരു പാർട്ടി റാഡിക്കൽ ലൈനൊക്കെ പിടിച്ചപ്പോൾ ജമാഅത്ത് അതിനോട് ഒട്ടിച്ചേർന്ന് നിന്നാണ്. അന്ന് പല വ്യവഹാരങ്ങളിലും അവർ സർക്കാരിൻ്റെ പല ഔദ്യോഗിക തലങ്ങളിലും അവർ വ്യക്തമായ സാന്നിധ്യമൊക്കെ അറിയിച്ചു പോകുന്നതാണ്. അന്നൊന്നും ഇല്ലാത്തൊരു ഐത്തം എങ്ങനെ ഇന്നുണ്ടാവുന്നതെന്ന് മനസ്സിലാവുന്നില്ല. UDFന് അവരുടെ വോട്ട് കിട്ടുമെന്ന് കാണുമ്പോഴുണ്ടാകുന്നൊരു പ്രയാസമാണത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയിപ്പോൾ UDF അവരെ വേണ്ടാന്ന് തീരുമാനിച്ചു, നിങ്ങൾ വെച്ചോളൂ, 3 മാസത്തിനകം LDFും ഈ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി ധാരണ ഉണ്ടാവും ഇവിടെ. KM മാണിയെ കോഴമാണിയെന്നും പിന്നെ വോട്ടെടുന്ന മെഷീനെന്നും നിയമസഭ അടക്കം അടിച്ചു പൊളിച്ച മാണി UDF ആയിട്ട് തെറ്റിയപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ LDF പ്രവേശനം കിട്ടി. ആ വേഗത തന്നെ ഈ വിഷയത്തിൽ ആവർത്തിക്കും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു കെറുവിക്കൽ അല്ലെങ്കിൽ അപ്പുറത്തൊരു ധ്രുവീകരണം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം എന്നതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. പക്ഷേ അതൊന്നും ഇവിടെ വിലപ്പോവില്ല. ഇതൊക്കെ അറിയാവുന്നവരാണ് മലയാളി വോട്ടർമാർ. അങ്ങനെ ആ നെഗറ്റീവ് ഒന്നും ചിലവാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏത് കമ്മ്യൂണൽ പോളറൈസേഷൻ മലബാറിലെ മുസ്ലിം സമൂഹത്തിനകത്ത് വളരെ കാലമായിട്ടുള്ളൊരു ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്, മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്ന സുന്നികളും
CPM-മായി ചേർന്ന് നിൽക്കുന്ന സുന്നികളാണ്. ഒന്ന് ആദ്യത്തെ കൂട്ടർ ഇപ്പോൾ ജിഫ്രി തങ്ങളെ ഉള്ള ആളുകളുടെ നേതൃത്വത്തിലുള്ളവർ, മറുഭാഗത്ത് കാന്തപുരത്തിൻ്റെ നേതൃത്വത്തിലുള്ളവർ. സമീപകാലത്ത് സമസ്തയൊക്കെയായി ബന്ധപ്പെട്ട പ്രശ്നത്തിനകത്ത് മുസ്ലിം ലീഗിന് ചില പ്രതിസന്ധികൾ ആ മേഖലയിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സുന്നികളുടെ രാഷ്ട്രീയത്തെ രണ്ട് സുന്നി വിഭാഗങ്ങളും പിണറായി വിജയനോട് ഐക്യത്തിലാണ് എന്ന് വേണം കരുതാൻ. എന്താ അതിൻ്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം? അല്ല, അതിൻ്റെ ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ സുന്നി വിഭാഗങ്ങളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ കാന്തപുരം സുന്നി വിഭാഗം ഇപ്പോൾ 1989 സമസ്ത ഇങ്ങനെ പിളരുന്നത്. അപ്പോൾ അന്ന് അതിൻ്റെ ഒരു മുടിചൂടാമന്നനായ E.K. അബൂബക്കർ മുസ്ലിയാർ ജീവിച്ചിരിപ്പുള്ള കാലമാണ്. കണ്ണിയത്ത് ഉസ്താദും ജീവിച്ചിരിപ്പുണ്ട്, വാഴക്കാടുള്ള. അപ്പോൾ ആ കാലത്ത് സമസ്ത പിളരുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നു, ഈ സമസ്ത പിളർന്ന് കാന്തപുരം വിഭാഗം ഉണ്ടായപ്പോൾ ആദ്യത്തെ ഒരു 4-5 വർഷക്കാലം അവരുടെ പരിപാടികൾക്ക് സംരക്ഷണം നൽകിയും അവരെ ചേർത്ത് പിടിച്ചും അവർക്ക് വേദികളൊരുക്കിയും പോലീസും സർക്കാർ തലത്തിലുള്ള കാര്യങ്ങളിൽ അവർക്ക് കവചം തീർത്തുമൊക്കെ മുന്നിൽ നിന്നത് മിക്കയിടങ്ങളിലും കോൺഗ്രസ് ആയിരുന്നു. ആര്യാട് മോഹനെ പോലുള്ള നേതാക്കൾ അതിനകത്ത് വ്യക്തമായ നിലപാട് തന്നെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അത് മുന്നോട്ട് പോകുമ്പോൾ പിന്നെ മുസ്ലിം ലീഗുമായിട്ടുള്ള ഒരു അകൽച്ച അവർക്ക് വളരെയധികം ഉണ്ടായിരുന്നു. അപ്പോൾ മുസ്ലിം ലീഗ് കോൺഗ്രസിൻ്റെ ഒരു മുന്നണിയിലെ അവിഭാജ്യ ഘടകമാണ്. ഈ ഒരു വടംവലിയും ഈ ധർമ്മ മാനസിക സംഘർഷങ്ങളൊക്കെ CPM ഇടപെടാനുള്ള അവസരം ഒരുക്കി എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ CPM ഇത് മൈൻഡ് ചെയ്തിരുന്നില്ല. CPM എല്ലാ സുന്നികൾക്കും എതിരാണ്. ആശയപരമായിട്ട് ഇനിയിപ്പോൾ സമസ്തയിലെ ഇരുവിഭാഗങ്ങളോടും ഉള്ളിൽ പുച്ഛം പേറുന്ന ആളുകളാണ് CPM. ഇടയ്ക്കൊക്കെ അവർ 7-ാം നൂറ്റാണ്ടിലെ പ്രാകൃതരെന്നും മറ്റേ അപരിഷ്കൃതരെന്നൊക്കെ ഇവർ ആവോളം വിളിക്കാറുണ്ട്. ഉള്ളിലും ഇപ്പോഴും അതേ ബോധം കൊണ്ടു നടക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവർ മൈൻഡ് ചെയ്തില്ലായിരുന്നു. പക്ഷേ കോൺഗ്രസ് ഇതിനെ സംരക്ഷിച്ച് നിർത്തി. പക്ഷെ ലീഗുമായിട്ട് വല്ലാണ്ട് അകന്നു പോകുമ്പോൾ കോൺഗ്രസ്സിന് തെരഞ്ഞെടുപ്പുകളിൽ അത് വലിയ ധർമ്മസങ്കടം വരും. ആ ഒരു ഗ്യാപ്പിലാണ് 90കളുടെ മധ്യത്തിലാണ് CPM കാന്തപുരം വിഭാഗമായിട്ട് അടുക്കുന്നത്. പിന്നെ അപ്പോൾ അവരുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമായിട്ട് അവരും അങ്ങ് അടുത്തുപോയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ആശയപരമായിട്ട് അവരും CPM ഒക്കെ കൃത്യമായിട്ട് വേർതിരിവുകളിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ കാന്തപുരം വിഭാഗത്തെ വിഴുങ്ങാൻ CPM കഴിയില്ല. ഇപ്പം പല മുസ്ലിം സംഘടനകളെയും അവരിങ്ങനെ അരിഞ്ഞ് വിഴുങ്ങുക ചെയ്യുന്നത്. ഇപ്പോൾ INL ഞാനിപ്പോൾ ഒരു സേട്ടു സാഹിബിൻ്റെ ഒക്കെ ഒരു കാലാലോചിച്ച് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ എല്ലാ പഞ്ചായത്തിലെ എല്ലാ വാർഡിലും ഒരു 10 INLകാരെങ്കിലും ശരാശരി ഉണ്ടായിരുന്നു. ആ പാർട്ടി എന്നൊരു നിയോജക മണ്ഡലത്തിൽ 10 ആളിലേക്ക് ചുരുക്കിയിട്ട് ഇവർ മുന്നണിയിലേക്ക് എടുത്തത്. അപ്പോൾ ആ സമീപനമൊന്നും കാന്തപുരത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആ വിഭാഗത്തിൻ്റെ അടുത്ത് ചിലവാവുകയില്ല. അവരും പ്രൊഫഷണലാണ്. പക്ഷേ അതൊന്നും അങ്ങനെ CPM അടിയറ വെക്കുന്നൊരു പ്രത്യയശാസ്ത്രമൊന്നും അവർക്കില്ല. പിന്നെ നമ്മളിതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിലൊരു അധികാരം ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന ഘടകമാണ്. മുഖ്യമന്ത്രി പദവി അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി പദവി അല്ലെങ്കിൽ മന്ത്രി പദവി, ഈ അധികാരവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ പലപ്പോഴും അങ്ങനെയുള്ള ആളുകൾ മുഖം കാണിക്കുമ്പോൾ ഇവർ മുഖം തിരിക്കണമെന്ന് നമ്മൾ ശഠിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ അങ്ങ് അധികാരം തിരിച്ചു പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ആത്യന്തികമായിട്ട് നിങ്ങളീ പറഞ്ഞ അല്ലറ ചില്ലറ എല്ലാ അലോസരങ്ങൾക്കുള്ള ഏക ഔഷധം. അപ്പോൾ അത് തിരിച്ചു പിടിക്കുമ്പോൾ ഒരു 50% വിഷയങ്ങളൊക്കെ അവസാനിക്കും. ബാക്കി പിന്നെ നയപരമായിട്ടൊന്നും അങ്ങനെ വലിയ വിഷയമൊന്നുമില്ല സുന്നികളും മുസ്ലിം ലീഗുമായിട്ട്. കാരണം എല്ലാ കാലത്തും സുന്നികൾ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ മുഖം. എന്നാൽ സലഫികൾക്ക് കൂടി അതിനകത്ത് മാന്യമായ ഇടമുണ്ട്. അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം അതൊരു നല്ലൊരു വിഭാവനമാണ്. അത് കൃത്യമായിട്ട് ലീഗിൽ നടന്നു പോകുന്നുണ്ട്. എന്നാൽ സുന്നികൾ തന്നെയാണ് അതിനകത്ത് പ്രാമുഖ്യം. മുസ്ലിം ലീഗ് ഒരിക്കലും ഒരു സുന്നി വിരുദ്ധ രാഷ്ട്രീയ സംഘടനയല്ല, സുന്നികളുടെ രക്ഷകരായ രാഷ്ട്രീയ സംഘടനയാണ് എന്ന് തന്നെ ഒരർത്ഥത്തിൽ പറയാം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മുൻകാലങ്ങളിലൊക്കെ ചില വിഷയങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് ലീഗ് അങ്ങനെ എല്ലാവരും ചേർത്ത് പിടിക്കണമെന്ന വലിയ വിവേകം കൈവരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസിന് അടുത്ത കാലത്ത് വലിയ പ്രതിസന്ധിയിലാക്കിയതാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം. അതിലൊരു നിലപാടെടുക്കാനും രാഹുലിനെ പരമാവധി വേഗം പുറത്താക്കാനും ഒരു കാലവളമ്പം ഉണ്ടായെന്ന് തോന്നുന്നുണ്ട്. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കുറേ ക്ലീഷേകൾ മുൻകാലത്തൊക്കെ ഉണ്ട്. കാരണം ഇപ്പോൾ
മുമ്പ് ഈ PT ചാക്കോ ഒരു കാർ യാത്ര തൃശ്ശൂരിൽ നിന്ന് പീച്ചിക്ക് പോയൊരു സംഭവം അതൊരു പത്രത്തിൽ ഗോസിപ്പായിട്ട് വരുന്നു. അത് തുടർന്ന് PT ചാക്കോ രാജിവെക്കണമെന്നും പറഞ്ഞ് കേരള നിയമസഭയ്ക്ക് മുന്നിൽ സത്യാഗ്രഹം ഇരുന്നത് കണ്ണൂർ മാടായി നിന്നുള്ള MLA ആയിരുന്ന പ്രഹ്ലാദൻ ഗോപാലനായിരുന്നു. അത് കോൺഗ്രസ് MLA ആയിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ്. ഇതിപ്പോൾ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഞാനങ്ങനെ ഒരു ആദർശത്തിൻ്റെ കയ്യിൽ കിട്ടാനൊരു മറുപടി പറയാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാർമ്മികതയുടെ പ്രതീക ആവാനൊന്നും ഞാനിതിന് മുതിരുന്നില്ല. വളരെ റിയലിസ്റ്റിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ആരോപണങ്ങളും വിഷയങ്ങളും ഒക്കെ ഗൗരവതരമായി വരുന്ന ആളുകൾ ഏത് പാർട്ടിയിലാണെങ്കിലും അവർ സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് അഭികാമ്യം. പിന്നെ ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ പല രീതിയിലും ആർട്ടിക്കുലേറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് നിയമപരമായിട്ട് അവർ പിന്നെ നിരപരാധിത്വം തെളിയിച്ച് വന്നാൽ തീർച്ചയായിട്ടും അവർ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഞാനൊരു രാഹുൽ മാങ്കൂട്ടമല്ല, ഈ സമാന ഈ സബ്ജക്റ്റാണ് ഞാൻ പറയുന്നത്. അതിൽ ആരോപണ വിധേയർക്ക് ബാധകമാവേണ്ട ഒരു മാനദണ്ഡം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബെഞ്ച് മാർക്കായിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ പറയുന്നത് അതാണ് അതിൽ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ പിന്നെ ഇവിടെ അത് CPM പോലുള്ള പാർട്ടികൾക്ക് അത് ബാധകമല്ലാത്തൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ട്. പിന്നെ അവരതൊരു മസിൽ പവറിലെല്ലാം അങ്ങ് സംസാരത്തിലും ശരീരഭാഷയിലൊക്കെ തങ്ങളുടെ അന്യായമൊക്കെ അങ്ങ് സ്ഥാപിച്ച് കടന്നു പോകുമ്പോൾ പിന്നെ പുതിയ വാർത്തകൾ വന്ന് അതങ്ങ് വിസ്മരിച്ച് പോവുകയാണ്. പക്ഷേ അവർ തിരിച്ച് ഇത്തരം കാര്യങ്ങൾ തീപിടിപ്പിക്കാൻ അവർക്ക് വൈദഗ്ധ്യം ഉള്ളതുകൊണ്ടാണ് ഇവിടുത്തെ വാർത്തകൾ വീണ്ടും ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ അതിനകത്ത് കോൺഗ്രസ് യുക്തമായൊരു നിലപാടെടുത്തിട്ടുണ്ട്. അതിൽ പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലൊക്കെ അടക്കമുള്ള അദ്ദേഹം ദേശീയ നേതൃത്വമാണ് ഇവരൊക്കെ അടക്കമുള്ള കേരള KPC പ്രസിഡന്റ് അടക്കമുള്ള നേതൃത്വം എടുത്ത നിലപാട് വളരെ യുക്തമാണെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അതിൻ്റെ ഒരു സമയവും കാലവും ഒക്കെ അത് പറയുമ്പോൾ നമുക്കിത് ഗണിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. നമുക്കൊരു സബ്ജക്റ്റ് വൈസ് ഒബ്ജക്റ്റീവായിട്ടാണല്ലോ നമുക്ക് നിലപാടെടുക്കാൻ പറ്റുക. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ അപ്പം ആ നിലപാടെടുത്തു. മുമ്പത്തെ സാഹചര്യം വന്നപ്പോൾ ആ ഒരു ഗൗരവം ഉൾക്കൊണ്ടൊരു നിലപാടെടുത്തു. അങ്ങനെയാണത് മനസ്സിലാക്കുന്നത്. നമ്മൾ ആ ഒരു സമയോചിതമായിട്ട് അതിനകത്ത് കോൺഗ്രസ് എടുത്ത നിലപാട് കൃത്യമാണ്, മാതൃകാപരമാണ്. ഇപ്പോൾ സിനിമാ മേഖലയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയതാണ് നമ്മളെ നടി ആക്രമിക്കപ്പെട്ട സംഭവം. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ആദ്യമായിട്ടൊരു ഇടപെടൽ നടത്തിയ PT തോമസ് MLA ആണ്. PT തോമസ് അന്ന് നടത്തിയ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് കേസെടുക്കുകയും അതൊരു പ്രശ്നമായി വരികയും സിനിമാ മേഖലയിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ പിന്നീട് വരികയൊക്കെ ചെയ്തത്. നടൻ ദിലീപ് അറസ്റ്റിലായി. ഇന്നലെ ഇപ്പോൾ കോടതി വിധി വന്നപ്പോൾ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് ഒരു താഴെ കോടതി വിധിക്കുമ്പോൾ UDFൻ്റെ കൺവീനർ സംസാരിക്കുന്നത് ദിലീപ് രക്ഷപ്പെട്ടു, ദിലീപിനെ സഹായിക്കുന്ന മട്ടിലാണ്. യഥാർത്ഥത്തിൽ UDFൻ്റെ ഒരു രാഷ്ട്രീയ നിലപാട് കേരളത്തിലെ ലക്ഷക്കണക്കായ സ്ത്രീകൾ വളരെ ഉത്കണ്ഠയോടുകൂടി കാണുന്ന അവരെല്ലാം ദിലീപിനെതിരാണ്. കാരണം ഈ സംഭവത്തിന് ശേഷം ദിലീപിൻ്റെ ഒരു സിനിമയും കേരളത്തിൽ ഓടിയിട്ടില്ല. UDFൻ്റെ കൺവീനർ ഇപ്പോൾ അത്രയും ഗൗരവമുള്ളൊരു പദവിയിലിരിക്കുന്ന ഒരാൾ വളരെ നിസ്സാരമായിട്ട് ഇങ്ങനെ പ്രതികരണം നടത്തുന്ന വ്യക്തി എന്നാണ്. ഇത് ആലോചിക്കാൻ ആരോടും ചോദിക്കാനും പറയാനും ആരും ഇല്ലേ ഇതിനകത്ത്? അല്ല, അതിനകത്ത് ഈ പിന്നെ UDFന് അങ്ങനൊരു അദ്ദേഹം പറഞ്ഞൊരു നിലപാട് ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ മറ്റാളുകളോടൊക്കെ ആശയവിനിമയം നടത്തി രൂപവൽക്കരിക്കേണ്ട ഒന്നാണല്ലോ ഈ നിലപാട്. അത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം അതിൻ്റെ ഒരു പ്രശ്നം നമ്മുടെ ഇങ്ങനെ കുറേ വിഷയങ്ങളിലൊക്കെ നമ്മുടെ പൊതുസമൂഹം തന്നെ ഓരോ പക്ഷത്തേക്ക് അങ്ങ് ചേക്കേറിയിട്ടുണ്ട്. ഒരു ദിലീപിനെ അനുകൂലിക്കുന്നൊരു പക്ഷം, അല്ലെങ്കിൽ ദിലീപിനെ വിരുദ്ധ പക്ഷം, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ സബ്ജക്റ്റിലും ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വന്നപ്പോൾ ഈ പക്ഷം ചേരലുകൾ ധാരാളമായിട്ട് എല്ലാവരും ഇപ്പോൾ മാനസികമായിട്ടൊരു പക്ഷം അങ്ങ് ചേരുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടൊക്കെ പല ആളുകൾക്കും പല വ്യത്യസ്ത അഭിപ്രായങ്ങളും ഉണ്ടാകാം എന്നതല്ലാതെ ഈ കോൺഗ്രസ് നിലപാടും UDF നിലപാടും ഒക്കെ ബന്ധപ്പെട്ട നേതാക്കളൊക്കെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ UDF കൺവീനർ തന്നെ പിന്നീട് ആ നിലപാടിന് വ്യക്തത വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനത്ര കണ്ടാൽ മതി എൻ്റെ അഭിപ്രായം. പിന്നെ ഇപ്പോൾ ആ വിഷയം അങ്ങനെ ഇനിയിപ്പോൾ മേൽക്കോടതികളെ സമീപിക്കാമല്ലോ. നമുക്കത് കാത്തിരുന്ന് നമുക്കതിനകത്ത് അഭിപ്രായം പറയാതെ അത് ശക്തമായ ഒരു കുറ്റപത്രമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് പിന്നെ പ്രോസിക്യൂഷൻ എങ്ങനെ പരാജയപ്പെടുന്നു എന്നറിയില്ല. ഏതായാലും പിന്നെ അത് മേൽക്കോടതിയിൽ വിശദമായ ഒരു പ്രതലത്തിലേക്ക് അത് പോകുമല്ലോ. ഈ രാഹുൽ ഗാന്ധിയുടെ സമീപകാലത്തെ രാഷ്ട്രീയ നിലപാടുകൾ
അദ്ദേഹം ഒരു പഴയ ജവഹർലാൽ നെഹ്റുവിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാനാണ് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ വോട്ട് ചോരി പോലുള്ള വിഷയങ്ങളിൽ വളരെ ഷാർപ്പായിട്ട് അദ്ദേഹം നിലപാടെടുത്തു. അദാനിക്കെതിരെ പാർലമെൻറ്റിനകത്തും പുറത്തും അതിശക്തമായ നിലപാടെടുത്തു. രാഷ്ട്രീയമായി രാഹുൽ ഗാന്ധി എത്രയോ ദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെ ഏറ്റവും കുറച്ച് പിന്തുണയ്ക്കുന്ന ഒരു കോൺഗ്രസ് നേതൃനിരയുള്ളത് കേരളത്തിലാണ് എന്നാണ് ഞങ്ങളെപ്പോലുള്ളവർ കരുതുന്നത്. വലിയ പിന്തുണയൊന്നും കിട്ടുന്നില്ല. ആ രാഷ്ട്രീയം ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നില്ല. ഇവിടെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ മുൻഗണനകളിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന ഒരു വലിയ രാഷ്ട്രീയ യുദ്ധം ഇടം പിടിക്കുന്നില്ല. അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടുണ്ട്. ഇതെന്താ വെച്ചാൽ ഇതൊരു അനാവശ്യ തോന്നലാണ്. അതായത് ഇപ്പോൾ KC വേണുഗോപാൽ അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾ രൂപപ്പെടുത്തുകയും അതിനെ ഏകോപിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ദേശീയ തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖമാണ്. അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള നേതാവാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നന്മകൾ പറയുമ്പോൾ അദ്ദേഹത്തിന് അതിനകത്ത് സ്റ്റേക്കൊന്നും കൊടുക്കാതിരിക്കുക, വീഴ്ചകളും പോരായ്മകളും വരുമ്പോൾ കൃത്യമായിട്ട് KC വേണുഗോപാലിന് സ്റ്റേക്ക് കൊടുക്കുക, ഇത് ശരിയല്ല. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഏകോപനത്തിൽ കൃത്യമായിട്ട് പങ്കുവഹിക്കുന്ന ഒരു മലയാളി കോൺഗ്രസ് നേതാവാണ്. അത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കും അഭിമാനകരമായ ഒരു ഭാഗതയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയൊക്കെ വയനാട്ടിലും കേരളത്തിലൊക്കെയാണ് ഇപ്പോൾ MP മാരായിട്ടുള്ളത്. അതും കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് അവരുള്ളൊരു പൊക്കിൾ കൊടി ബന്ധമാണ്. പിന്നെ മൂന്നാമതായിട്ട് ഇതിനകത്തൊരു സ്വാഭാവികതയുണ്ട്. കാരണം BJPയും കോൺഗ്രസും മുഖാമുഖം നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒരു പക്ഷേ അവിടുത്തെ സംസ്ഥാന തലത്തിലെ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഈ വിഷയത്തിൽ ഒന്നുകൂടി ഒരു ഇടപെടലിന് ഒരു സാഹചര്യം ഉണ്ടാവാം അവിടെ, അതിൻ്റെ ഒരു രാഷ്ട്രീയ പരിസരം. കാരണം ഇവിടെ CPMഉം കോൺഗ്രസും അല്ലെങ്കിൽ LDF UDF ആണ് മുഖ്യ എതിരാളികൾ. ഇവർ രണ്ടുപേരും ഈ വിഷയത്തിൽ സമാന നിലപാടാണ്. പിണറായി വിജയൻ അത് പരസ്യമായിട്ട് പറയാൻ ഭയമുണ്ടെങ്കിലും CPMൻ്റെ നിലപാട് തന്നെയാണല്ലോ, കോൺഗ്രസ് നിലപാട് തന്നെയാണല്ലോ. അപ്പോൾ ഇവിടെ അതുകൊണ്ടാവാം അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഇവിടെ നിങ്ങളിങ്ങനെയൊക്കെ ഒരു മുൻവിധി വരാൻ കാരണം അതാവാം എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പായിരുന്നു ബീഹാറിലേത്. CPMന് ഇന്ത്യയിൽ ഒരൊറ്റ മുഖ്യമന്ത്രി ഉള്ളത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ ബീഹാർ തെരഞ്ഞെടുപ്പിന് പോയില്ല, ക്യാമ്പയിന് വേണ്ടി പോയില്ല. ബീഹാറിൽ NDA അധികാരത്തിൽ വരുമെന്നാണ് CPMൻ്റെ മറ്റൊരു നേതാവ് EP ജയരാജൻ വളരെ മുമ്പേ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചത്. സ്റ്റാലിൻ അവിടെ ക്യാമ്പയിന് വേണ്ടി പോയി. സ്റ്റാലിൻ CPMൻ്റെയും കോൺഗ്രസിൻ്റെയും സഖ്യകക്ഷിയാണ്. കേരളം വിട്ടാൽ CPMൻ്റെ എല്ലാ MLA-മാരും MP-മാരും ജയിച്ചു വരുന്നത് കോൺഗ്രസിൻ്റെ പിന്തുണയോട് കൂടിയാണ്. അവരുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ അമ്രാറാം ജയിക്കുന്നത് കോൺഗ്രസിൻ്റെ സീറ്റിലാണ്, രാജസ്ഥാനിൽ. പക്ഷേ CPM ഒരിക്കലും കോൺഗ്രസിനോട് ആനുകൂല്യം കാണിക്കാറില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് CPM നേതാക്കളോട് വളരെ മൃദുവായ ഒരു നിലപാടാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അല്ല, ഇതിൻ്റെയൊക്കെ ഒരു സഹജ സ്വഭാവമാണത്. ഇപ്പോൾ ഈ പട്ടി കുരക്കും, കുയിൽ പാടും. അപ്പോൾ കുയിലിനിപ്പോൾ പട്ടിയെ പോലെ കുരക്കാൻ കഴിയില്ല, പട്ടിക്ക് കുയിലിനെ പോലെ പാടാനും കഴിയില്ല. അപ്പോൾ അതിൻ്റെ അവരുടെ ഒരു സഹജ സ്വഭാവം അതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഒരു വിശാല തലത്തിലും ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു ലിബറൽ ഇടങ്ങളിലുമൊക്കെ വിശ്വാസമുള്ളൊരു പാർട്ടിയാണ്. അപ്പോൾ അത് ഒരു പ്രതിപക്ഷ ബഹുമാനമൊക്കെ അതിനകത്തൊരു അന്തർലീനമാണ് കോൺഗ്രസിൻ്റെ ഒരു സഹജ സ്വഭാവത്തിൽ. അതിൻ്റെ ഒരു ഗുണം കൂടി ഉണ്ടാവും. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ CPM അല്ലെങ്കിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാന എതിരാളിയായിരുന്നൊരു കാലഘട്ടം ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടല്ലോ. അന്ന് ഇതിനേക്കാൾ മൂരാച്ചിത്തരമുള്ള, ഇതിനേക്കാൾ കാർക്കശ്യമുള്ള, പിൽക്കാലത്ത് തിരുത്തിയ ഒരുപാട് അബദ്ധങ്ങൾ പേറുന്നൊരു കമ്മ്യൂണിസ്റ്റ് കാലഘട്ടമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിൽ. അന്ന് നെഹ്റു ചേർത്ത് പിടിച്ചതുപോലെ പിൽക്കാലത്ത് ഇന്ദിരാഗാന്ധിയിലൂടെ അത് തുടർന്ന് വന്നൊരു കാലം, ഡാങ്കെ പോലുള്ള ആളുകൾ പരസ്യ നിലപാട് കോൺഗ്രസിന് വേണ്ടി എടുത്തൊരു കാലമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പുണ്ട്. അതായത് കോൺഗ്രസ് എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടെ തന്നെയാണ് സമീപിച്ചത്. എന്തൊരു ജനസംഘത്തെ പോലും പ്രതിപക്ഷ ബഹുമാനത്തോടെ തന്നെയായിരുന്നു സമീപിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു ജനാധിപത്യം അവസാനിച്ചത് 2014 മുതലാണല്ലോ. അപ്പോൾ അതിനകത്ത് എനിക്കൊരു ആശ്ചര്യമില്ല. അതിപ്പോൾ സീതാറാം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയുമായിട്ടുള്ളൊരു സൗഹൃദം, ഹർകിഷൻ സിംഗ് സുർജിത്തും സോണിയാഗാന്ധിയൊക്കെ ആയിട്ടുള്ളൊരു സൗഹൃദം, ഇതൊക്കെ നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിന് തന്നെ ഒരുപാട് പോഷകങ്ങളായി മാറിയിട്ടുണ്ട്.
അതിൽ നിങ്ങൾ വേറൊന്നും ചോദിച്ചല്ലോ, ഇവിടെ ഈ പ്രചരണത്തിന് പോകുന്ന കഥ. പിണറായി വിജയൻ ബീഹാറിലെ പ്രചരണത്തിന് പോകാത്തതിലൊന്നും നമുക്ക് യാതൊരുവിധ പ്രയാസമില്ല. പക്ഷേ ഒരു പൊതുപ്രവർത്തന നിലയിൽ എന്നെ ഞെട്ടിച്ചൊരു കാര്യം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഘട്ടം കഴിഞ്ഞപ്പോൾ അതിനെ തുടർന്നാണ് ബംഗാളിലും ത്രിപുരയിലൊക്കെ തെരഞ്ഞെടുപ്പ് വരുന്നത്. ഇന്ത്യയിൽ CPM മത്സരിക്കുന്ന പ്രധാനപ്പെട്ട ഇടങ്ങളാണല്ലോ അതൊക്കെ. ഇന്ത്യയിൽ CPMൻ്റെ ഏക മുഖ്യമന്ത്രിയാണ്. ഇയാൾ അവിടെ പ്രചരണത്തിന് പോകാതെ ഇയാൾ വിദേശത്തേക്ക് സുഖവാസത്തിന് പോയി വ്യവസായികളുടെയൊക്കെ കൂടെ എന്ന് പറഞ്ഞാൽ അതിലപ്പുറത്ത് പിന്നെ മാനക്കേട്. അയാളുടെ ഒരു രാഷ്ട്രീയ ബോധം എന്താ പിന്നെ? അപ്പോൾ ബീഹാറിൽ അയാൾ വല്ല കൂറ കപ്പലിൽ പോയ മാതിരിയാണ്. അയാൾ പോകാതിരുന്നാലൊന്നും കാര്യമില്ല, അവിടെ ആവശ്യത്തിന് ആളുണ്ട്. പക്ഷേ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം കഴിഞ്ഞാൽ ഏറ്റവും പ്രതാപത്തോടെ, അല്ലെങ്കിൽ കേരളത്തെക്കാളും പ്രതാപത്തിൽ നിലനിന്ന സംസ്ഥാനങ്ങളിൽ ഈ ദുരിതകാലത്തൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവശേഷിക്കുന്ന ഏക മുഖ്യമന്ത്രി ആ ഭാഗത്തേക്ക് പോകാതെ സുഖവാസത്തിന് പോയതാണ്. അതിൽ വേറെ അങ്ങനെയുള്ള ഒരാൾ ഇതിന് പോകത്തിലും അത്ഭുതമില്ല. ഏതായാലും നന്ദി, സന്തോഷം.